قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. സൂറത്തുൽ ബഖറയിലെ 68-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങളുണ്ട്, നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി ഖാലു ദുഉ ലനാ റബ്ബക്, അവിടെ ദാലിന്റെ മേലെ സുക്കൂന് വന്നതുകൊണ്ട് ഖൽഖല ചെയ്യേണ്ടതാണ്. റബ്ബക് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ റാഇനെ കനപ്പിക്കേണ്ടതാണ്. റബ്ബക് എന്നല്ല, റബ്ബക്. യുബയ്യിൻ ലനാ, സുക്കൂനുള്ള നൂന് ശേഷം ലാമ് വന്നു. ലാമ് അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ, മണിക്കലില്ലാത്ത ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. സുക്കൂനുള്ള നൂനിനെ ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതേണ്ടത്. യുബയ്യിൻ ലനാ, അപ്പോൾ നൂനിന്റെ ശബ്ദം തീരെ കേൾപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഖാല ഇന്നഹു, അവിടെ മണിക്കേണ്ടതാണ്. നൂനിന്റെ മേലെ ശബ്ദം വന്നത് 2 ഖദ്ർ മണിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇന്നഹ ബഖറത്തുൽ ലാ ഫാരിദ്, അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീന് ശേഷം ലാമ് വന്നു. ലാമ് അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ, മണിക്കലില്ലാത്ത ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ലാ ഫാരിദു വലാ ബിക്ർ, അവിടെ അൽ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. തൻവീന് ശേഷം വാവ് വന്നു. തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ലാ ഫാരിദു വലാ ബിക്റുൻ അവാനുൻ, അൽ ഇദ്ഹാറുൽ ഹൽഖിയുടെ ഉദാഹരണമാണ്. തൻവീന് ശേഷം ഐന് വന്നു. ഐന് ഇദ്ഹാറിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തൻവീന് ശബ്ദം വ്യക്തമാക്കി മണിക്കാതെ ഓതേണ്ടതാണ്. ബിക്റുൻ അവാൻ, അവാനും ബൈന ദാലിക്, അവിടെ ഇഖ്ലാബാണ് അല്ലെങ്കിൽ ഖൽബാണ് നിയമം. തൻവീന് ശേഷം ബാ വന്നു. ബാ ഇഖ്ലാബിന്റെ അല്ലെങ്കിൽ ഖൽബിന്റെ അക്ഷരമാണ്. തൻവീനിന്റെ ശബ്ദം എന്നത് സുക്കൂനുള്ള നൂനിന്റെ അതേ ശബ്ദമാണ്. അതുകൊണ്ട് ഇഖ്ലാബ് എന്നതിന്റെ വിവക്ഷ തൻവീനിന്റെ ശബ്ദം സുക്കൂനുള്ള മീമിന്റെ ശബ്ദമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അവാനും ബൈന ദാലിക്, അപ്പോൾ 2 ചുണ്ടുകളും പൂർണ്ണമായും അടക്കുക, മൃദുലമായി പാരായണം ചെയ്യേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 68-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഖാലു ദുഅ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക് ഫഫ്അലൂ മാ തുഅ്മറൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കർത്ഥങ്ങൾ ഖാലു, അവർ പറഞ്ഞു, ഉദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുക, റബ്ബക്ക, താങ്കളുടെ റബ്ബിനോട്, യുബയ്യിൻ, അവൻ വിവരിച്ചു തരട്ടെ, ലനാ, ഞങ്ങൾക്ക്, മാഹിയ, അത് എന്താണെന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയമായും അവൻ പറയുന്നു, ഇന്നഹാ, നിശ്ചയമായും അത്, ബഖറത്ത്, ഒരു പശുവാകുന്നു, ലാ ഫാരിദുൻ, വളരെ പ്രായം ചെന്നത് അല്ല, വലാ ബിക്റുൻ,
പ്രായം കുറഞ്ഞതുമല്ല, അവാനുൻ മധ്യതരം അല്ലെങ്കിൽ ഇടത്തരം, ബൈനദാലിക അതിനിടയിൽ, ഫഫ്അലു ഇനി നിങ്ങൾ ചെയ്യുവിൻ, മാ തുമറൂൻ നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത്. അപ്പൊ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ സൂറത്തുൽ ബഖറയുടെ 68-ാമത്തെ ആയത്തിന്റെ സാരം, അവർ പറഞ്ഞു, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് എന്ത് തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നു, അത് നന്നേ പ്രായം കൂടിയതും പ്രായം കുറഞ്ഞതുമല്ലാത്ത ഒരു പശുവാണ്, അതിനിടയിൽ ഒരു മധ്യപ്രായത്തിലുള്ളതായിരിക്കണം. ഇനി നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവിൻ. ഇവിടെ സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തി രഹസ്യമായി നടത്തിയ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ആയത്ത് മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. കൊല നടത്തിയ വ്യക്തി ആരാണ് എന്ന വിഷയത്തിൽ വലിയ ഒരു തർക്കം അവർക്കിടയിൽ ഉണ്ടായപ്പോൾ അക്കാര്യം അറിയുന്നതിന് വേണ്ടി അവർ മൂസാ നബി അലൈഹി സ്വലാമയുടെ അടുക്കലേക്ക് പോകുകയും അതിനുശേഷം അള്ളാഹുവിനോട് അത് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വിഭാഗം മൂസാ നബി അലൈഹി സ്വലാമിയോട് ചോദിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവോട് ചോദിക്കുകയും അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹുവിന്റെ ആ കൽപ്പന അനുസരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവർ മൂസാ നബി അലൈഹി സ്വലാമയുമായി തർക്കിക്കുകയും ഓരോ വിഷയങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. അവർ മൂസാ നബി അലൈഹി സ്വലാമിയോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ പറഞ്ഞു, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് എന്ത് തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ എന്ന് അവർ മൂസാ നബി അലൈഹി സ്വലാമിയോട് പറയുകയാണ്. ആ സമയം ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്. അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നു, അതായത് അള്ളാഹു പറയുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അള്ളാഹു പറയുന്നത്? അത് നന്നേ പ്രായം കൂടിയതും പ്രായം കുറഞ്ഞതുമല്ലാത്ത ഒരു പശുവാണ്, അതിനിടയിൽ ഒരു മധ്യപ്രായത്തിലുള്ളതായിരിക്കണമെന്ന്. ഫഫ്അലൂ മാ തുമറൂൻ ഇനി നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവീനെന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു ചരിത്രമാണ് ഇവിടെ ഈ പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന ഈ ഒരു ചരിത്രം. ഇവിടെ പശുവിനെ അറക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയും അതിനെ തുടർന്ന് ഇസ്രായേൽ ജനത മൂസാ നബി അലൈഹി സ്വലാമിയോട് ചോദിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പല ഫളായിലുകളും, അതെല്ലാം ശരിക്കും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് സഹോദരങ്ങളെ. ഒരു പശുവിനെ അറക്കണമെന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ അതും തുടക്കത്തിൽ ഒരു ഉപാധിയും മുന്നോട്ട് വെക്കാതെയാണ് അള്ളാഹു ഇത് പറയുന്നത്. ഇസ്രായേൽ ജനതയോട് ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടാൽ അവിടെ അത് ഉടനെ തന്നെ പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ട സ്ഥാനത്ത് അവർ ചെയ്യുന്നത് എന്താ സഹോദരങ്ങളെ? എങ്ങനെയെങ്കിലും ഈ കൽപ്പനയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ അവർ ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഒഴിവ് ഈ വിഷയത്തിൽ ലഭിക്കുമെന്ന് കരുതിയാണ് അവർ മൂസാ നബി അലൈഹി സ്വലാമിയുടെ അടുക്കൽ പോയിക്കൊണ്ട് ഈ രൂപത്തിലൊക്കെ, ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ഈ രൂപത്തിലൊക്കെ അവർ സംസാരിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ഓരോന്നും ബനു ഇസ്രായേലിൽ സംസാരിച്ച വിഷയങ്ങളും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും മൂസാ നബി അലൈഹി സ്വലാമിയും അവരോട് നൽകിയ മറുപടികളും വളരെ വിശദമായി കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സഹോദരങ്ങളെ. അതിലെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ആയത്തുകളുടെ പഠനത്തിൽ നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അടുത്ത ക്ലാസ് മുതൽ അവ ഓരോന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.